ഡോക്ടർ ജിൻഡോ ജോൺ, ഇത് ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു വലിയ രാഷ്ട്രീയ വിജയമായി ആഘോഷിക്കപ്പെടുകയാണ്. മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് ഈ വനിതാ സംവരണ ഭേദഗതി ബിൽ പാസ്സാക്കാനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കത്തെ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകൾ ആഘോഷിക്കപ്പെട്ടത്. അതേസമയം തന്നെ വലിയ പ്രത്യാഘാതം നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ഇന്ന് നടന്ന രണ്ട് യോഗങ്ങളിൽ, ഒന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം, മറ്റൊന്ന് സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മന്ത്രിസഭാ സമിതി യോഗം. ഈ രണ്ട് യോഗങ്ങളിലും പ്രധാനമന്ത്രി പറഞ്ഞതായി അറിയുന്നത് പ്രതിപക്ഷത്തിന് വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെടുത്തിയ നീക്കത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും, പ്രതിപക്ഷത്തിന് വലിയ വില നൽകേണ്ടി വരും. കാരണം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ ക്ഷോഭത്തിന് പ്രതിപക്ഷം ഇരയാകും എന്നാണ്. മാത്രമല്ല ഇന്നലെ തന്നെ പാർലമെന്റ് വളപ്പിൽ BJP പ്രതിഷേധം തുടങ്ങി. ഇന്നിപ്പോൾ മഹിളാ മോർച്ചയുടെ ഒരു പ്രതിഷേധ റാലി രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് നേരെ ഉണ്ടായി. രാജ്യമെമ്പാടും പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ സ്ത്രീവിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് BJPയും NDAയും. ഇത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ, ജിൻഡോ ജോൺ, പ്രതിപക്ഷം എടുത്ത നിലപാടുകൾ ശരിയായിരുന്നു എന്ന്, അതിന് രാഷ്ട്രീയ നൈതികതയുണ്ട് എന്ന് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ലേ? ശ്രീ ഗോപികൃഷ്ണൻ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം 12ാമത്തെ വർഷം നരേന്ദ്രമോദി ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരെ തെരുവിലിറക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളെ അടക്കം. ഉന്നാവിലും ഹത്രാസിലും അത് ഒക്കെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താത്ത BJPയുടെ വനിതാ പ്രവർത്തകർ ഇപ്പോൾ വെയിൽ കൊണ്ട് പുറത്ത് സമരം ചെയ്യുകയാണ്, അല്ലേ? ഗുസ്തി താരങ്ങളുടെ അവർക്ക് കിട്ടിയ ഒളിമ്പിക് മെഡൽ അവർക്ക് അനുഭാവപൂർവ്വം അവരോട് നടപടി സ്വീകരിക്കാത്ത, അവർക്ക് വേണ്ടി ശബ്ദിക്കാത്ത BJPയുടെ വനിതാ നേതാക്കന്മാർ ഇന്ന് തെരുവിൽ സമരം ചെയ്യുന്നത് രാജ്യത്ത് 12 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെയാണ്. രാജ്യം 12 വർഷമായിട്ട് ഭരിക്കുന്നവർ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെതിരെ തെരുവിൽ സമരം ചെയ്യുന്ന കാഴ്ച ഞാൻ വിചാരിക്കുന്ന ഈ അടുത്ത കാലത്തൊന്നും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വലിയ വിജയത്തിലാണ്, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാറിൻ്റെയും അതുപോലെ രണ്ട് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രം ഈ രാജ്യം ഭരിക്കാൻ അവസരം കിട്ടിയ നരേന്ദ്രമോദി വല്ലാതെ പ്രയാസപ്പെടുന്ന കാഴ്ചയല്ലേ കാണുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നാട്ടിൽ ആർക്കും ഒരു വിലയില്ലാത്ത സാധനമായി മാറി. മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ചെവി കൊടുത്തോ? ആരും ചെവി കൊടുത്തില്ല. അപ്പോൾ ഇവർ വനിതാ സംവരണ ബില്ലാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഓൾറെഡി 2023 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഇന്ത്യയുടെ രാഷ്ട്രപതി വനിത കൂടിയായിട്ടുള്ള ദ്രൗപദി മുർമു ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ദ്രൗപദി മുർമു ഒപ്പുവെച്ചിട്ടുള്ള 2023 സെപ്റ്റംബർ 29-ന് ഒപ്പുവെച്ചിട്ടുള്ള വനിതാ സംവരണ ബിൽ ആ നിയമം നടപ്പാക്കിയാൽ മതിയല്ലോ. അതെന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ഞങ്ങളുടെ ആർഗ്യുമെന്റ് 543-ൽ തന്നെ 33% സ്ത്രീകൾക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കണമെന്നുള്ളതാണ്. അതെന്താ ഇവരെടുക്കാത്തത്? അപ്പോൾ ഇവരുടെ താല്പര്യം വനിതാ സംവരണമല്ല, മറിച്ച് 2029-ൽ തോറ്റ അമ്പുമെന്നുള്ള ഭയമുള്ളത് കൊണ്ട് അവർ ഡീലിമിറ്റേഷൻ പിൻവാതിലൂടെ കടത്തിക്കൊണ്ടുവന്ന് തുടർ ഭരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ശക്തി ക്ഷയിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയിലേക്ക് അവർ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ വലിയ പ്രത്യാഘാതം നേരിടണം എന്ന് ഒക്കെ പറയുമ്പോൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ ഒരാൾ 12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നിത്യജീവിത പ്രശ്നങ്ങളെ ഒന്നും കാണാതെ ഇത്തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള ചില ശ്രമങ്ങളിലൂടെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലാതെ മറ്റൊന്നും നടത്താത്ത ആളുകൾ ഈ രാജ്യം ഭരിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതം ഇന്ത്യൻ ജനാധിപത്യം നേരിടാനില്ല. ഈ മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ ബലത്തിൽ മാത്രം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന, രാജ്യത്തെ ഇലക്ഷൻ സംവിധാനങ്ങളെപ്പോലും ഇലക്ഷൻ കമ്മീഷനെ പോലും അവിശ്വാസത്തിലേക്ക് നയിച്ച ഒരു ഭരണ സംവിധാനം രാജ്യത്തിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രത്യാഘാതം എന്താ നമ്മൾ നേരിടാനുള്ളത്? ഇത് കോൺഗ്രസോ പ്രതിപക്ഷ കക്ഷികളോ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ മനുഷ്യരും, ഈ സമരം ചെയ്യുന്ന BJPക്കാരടക്കം അവരെ ബാധിക്കുന്ന ഏതെങ്കിലും നിത്യജീവിത പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ഈ സർക്കാർ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. പിന്നെ സ്ത്രീകളുടെ ക്ഷോഭം ഇതാണ്, അതായത് നിങ്ങൾ പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഈ ബില്ലിനെ പാസ്സാക്കാൻ വേണ്ടിയുള്ള ന്യായവാദങ്ങൾ നിരത്തി 2023-ലെ നിയമം തന്നെ നടപ്പാക്കിയാൽ മതി എന്ന നിലപാട് സ്വീകരിച്ചു. 543 അംഗ പാർലമെന്റിൽ ഈ ലോക്സഭയിൽ ഇതേപോലെ തന്നെ ഇതിൽ സംവരണം നടപ്പാക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. വനിതാ സംവരണത്തിനെതിരല്ല എന്ന് ഡോക്ടർ ശശി തരൂരിനെ പോലുള്ളവർ ആവർത്തിച്ച് സഭയിൽ വ്യക്തമാക്കുന്നതൊക്കെ കണ്ടു. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് ഇതൊരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡ, ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയായി പ്രതിപക്ഷത്തിനെതിരെ ഉയർത്താൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ
BJP തീരുമാനിക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ 8:30 ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഇന്ന് 2 യോഗങ്ങളിലും പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് രാജ്യത്തെ ഒന്നാകെ ബോധ്യപ്പെടുത്തേണ്ടുന്ന കനത്ത ബാധ്യത, രാഷ്ട്രീയ ബാധ്യത പ്രതിപക്ഷത്തിന് മേൽ വന്നു വീഴില്ലേ, കോൺഗ്രസിനും അതുണ്ടാകില്ലേ എന്നാണ്. അങ്ങനെ ഒരു അധിക ബാധ്യത ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ മനുഷ്യർക്ക് കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇനി ആർക്കെങ്കിലും അത്തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്താനുള്ള ശേഷി ഇന്ത്യ അലയൻസിന് ഈ രാജ്യത്ത് ഇന്നുണ്ട്. ഒരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ് ഗോപി. ഈ 2023 വനിതാ സംവരണ ബിൽ, ആ നിയമത്തിന്റെ പേരെന്താണെന്നറിയോ? നാരി ശക്തി വന്ദൻ അധിനിയം. അത് പാസ്സാക്കിയപ്പോൾ 454 വോട്ട് എന്നാണ് അത് പാസ്സാക്കപ്പെട്ടത്. അതായത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയോടുകൂടി വനിതാ സംവരണ ബിൽ പാസ്സാക്കി. അപ്പോൾ 2023 വനിതാ സംവരണ ബില്ലിനെ പിന്തുണച്ച കോൺഗ്രസ് ഇന്ന് ഇവർ കൊണ്ടുവന്ന അമെൻമെന്റിനെ എന്തിനെതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മണ്ഡല പുനർനിർണയത്തിലൂടെ ഇവർ ഇവർ വീണ്ടും തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടി ചെല്ലുന്ന ചില കുൽസിത ശ്രമങ്ങളാണെന്നുള്ള തിരിച്ചറിവിലാണ്. ഇത് കൃത്യമായിട്ട് പൊളിറ്റിക്കലി ക്യാമ്പയിൻ ചെയ്യാനുള്ള ശേഷി ഇന്ന് ഈ രാജ്യത്തുണ്ട്. ഇനി ഇവർ ഇത്തരം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേറെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാസ്റ്റ് സെൻസസ് നടത്തപ്പെടേണ്ടതാണെന്നും ഈ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് അവരുടെ അംഗസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ആനുപാതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിഗണനകൾ ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളിലും കിട്ടുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ കൂടി നടത്തപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഉന്നയിക്കുക. BJP വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇന്ന് 8:30 നരേന്ദ്രമോദി ഈ രാജ്യത്തോട് എന്ത് വിളിച്ചു പറഞ്ഞാലും അത് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിനെ ആക്ഷേപിക്കാമെന്നല്ലാതെ, ഇന്ത്യ അലയൻസിനെ ആക്ഷേപിക്കാമെന്നല്ലാതെ, നമ്മൾ കേട്ട് പഴകിയ കഥകളല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും അമിത പ്രതീക്ഷയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.